മോർണിംഗ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ക്യാമ്പ് ചെയ്ത് വന്ന സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു നമുക്കൊരു ക്യാമ്പിങ് പരിപാടി ഇവിടെ സമ്മറിൽ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളൊരു 3 days ക്യാമ്പിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇതാ അവിടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, സ്ലീപ്പിംഗ് മാറ്റ്, ടെൻറ്റ്, ചെയർ, പിന്നെ കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ. പരിചയപ്പെടുത്തി തരാം ആൾക്കാരെ. ജസ്ബി, ജോസ്ന, ആൽവി. യോ, വണ്ടിയൊക്കെ ഫുള്ളായിട്ടോ, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് 3 days നിൽക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് പ്രാവശ്യം ഞങ്ങൾ വളരെ ബഡ്ജറ്റ് കുറച്ചിട്ട് ഒരു 3 days ക്യാമ്പിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പോവാ. സമ്മർ പ്രതീക്ഷ വന്ന് ആകെ ഫോഗാണല്ലോ. ഞങ്ങളിതാ സ്ഥലത്തെത്തി. ബ്ലാക്ക് മോസ് സ്പോട്ട് എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ സാധനങ്ങളൊക്കെ. ബാഗൊക്കെ പാക്കേജൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ സ്ലീപ്പിംഗ് ബാഗ്, ചെയർ, ഓൾ ഐറ്റംസ് സെറ്റ്. SP എല്ലാം ഒക്കെ അല്ലേ ജോ? ഓക്കെ. ആൽവി ഓക്കെ. ജോ ആൻഡ് ജസ്ബി. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു 3 or 4 kilometer. പക്ഷേ അത്യാവശ്യം സ്റ്റീപ്പാണ് വരുന്നത്. മേലോട്ട് കയറണം. അവിടെ ജസ്റ്റ് വാട്ടർഫോൾ ഉണ്ട്. അതിൻ്റെ അവിടുന്ന് മേലോട്ട് കയറിയിട്ട് വേണം നമുക്ക് ക്യാമ്പ് ചെയ്യാൻ. ഓക്കെ. ഞങ്ങൾ രാവിലെ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു, കോടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേക്കിലെത്തിയപ്പോൾ നല്ല ചൂടായി. കാരണം രാവിലെ വരുമ്പോൾ ഫ്ലീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിരുന്നു. ജസ്റ്റൊക്കെ മാറ്റി ടീഷർട്ടാക്കി. ഈ ഒരു നല്ല തണുള്ളൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കയറാമെന്ന് വെച്ചു. നല്ല അത്യാവശ്യം ചൂടുണ്ട്. എത്ര ഓൾമോസ്റ്റ് 30 degree, നിയർ 29-30 ഉണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ മാക്സിമം വാട്ടർ കൺസ്യൂം ചെയ്ത് റെസ്റ്റ് എടുത്ത് മെല്ലെ മെല്ലെയാണ് കയറി പോകുന്നത്. എന്ത് ഭംഗിയല്ലേ ഈ പ്ലേസ്. അടിപൊളിയായിട്ട് വാലി ഇതിന് സ്ട്രക്ചർ ചെയ്ത് അല്ലേ. കിട്ടില്ല വാലി അല്ലേ, കറക്റ്റ് ഷേപ്പ്. സോ ഗൈസ്, നമ്മളെ സ്പോട്ടിലെത്തിട്ടോ. ഇതാണ് ബ്ലാക്ക് മോസ് സ്പോട്ട് വാട്ടർഫാള്. ആ സ്പോട്ടാണ് ആ കാണുന്നത് അവിടെ. യെസ്. സോ നമുക്ക് നല്ലൊരു പിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊന്ന് കുളിക്കാൻ വന്ന ആൾക്കാരത്. നല്ലൊരു പിച്ച് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളിവിടെ സെറ്റ് ചെയ്യാം. വാലി വ്യൂ വരുന്ന ചെറിയ കുഞ്ഞ് റിവർ. വെള്ളം കുറവാണ്, പക്ഷെ ഇവിടെ ചെറിയൊരു കുഞ്ഞ് പോട്ട് പോലെ ഉണ്ട്. അത് കാണുന്നേ ആരവിടെ കുളിക്കുന്നുണ്ട്. നല്ല ക്ഷീണുണ്ടായിരുന്നു. വന്ന ടൈമിൽ തന്നെ നല്ല ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഈ ചെറിയ പോട്ടിന് ഞങ്ങൾ ടെൻറ്റ് ചെയ്യാനാണ് അടുത്ത പ്ലാന്. ഇത് കാണിച്ചു കേട്ടോ ഞങ്ങൾ കുളിച്ച സ്ഥലം. ഞങ്ങൾ ഈ ഒരു പോട്ടിലാണ് ചാടി കുളിച്ചത്. ടെൻറ്റിങ്ങും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. ബ്രോ അങ്ങനെ ഉണ്ടായത് ടെന്റ് സെറ്റ് ചെയ്യാൻ ഈസി അല്ലേ? ആൽവി എൻ്റെ ഫസ്റ്റ് ക്യാമ്പിംഗ് അല്ലത്? ജസ്ബി ജോന്റെ സെക്കൻഡ്. നമുക്ക് ഇതില് വെള്ളം എടുത്ത് നമുക്ക് നല്ല നൈസിലൊരു ചായ വെക്കാം.
നല്ല ചായ. നാളെ ആര് ജയിക്കും? ഇന്ന് ഞാൻ പറയുന്നത് അർജന്റീന ജയിക്കുന്നു. എല്ലാരും ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ സ്പെയിൻ അമ്മമാര് നാളെ ഫസ്റ്റ് ട്രക്കിങ്ങിലെ ശരിക്കും ഒക്കെ ഒന്ന് നമ്മളെ വേൾഡ് കപ്പില് അല്ലേ? നമുക്ക് ഇന്ന് നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്കിന്ന് ഞങ്ങളെല്ലാരും ഫോണും നെറ്റ്വർക്ക് കംപ്ലീറ്റ് SOS ആണ്. ഞങ്ങൾക്ക് അറിയില്ല ഇന്ന് രാത്രി കളി നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല എന്താ റിസൾട്ട് വരുന്നത്. പക്ഷെ ഈ വീഡിയോ ചിലപ്പം വരിക ആഫ്റ്റർ വേൾഡ് കപ്പിന് ശേഷമായിരിക്കും. പക്ഷെ ഈ വീഡിയോ ഞങ്ങളതിൽ എടുത്തിട്ടോ. ഞാൻ പറഞ്ഞ അർജന്റീന ചാൻസ് ഉള്ളത്. പക്ഷെ നമ്മൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് ഇംഗ്ലണ്ട് ആയിക്കോട്ടെ. നമ്മൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് ഇംഗ്ലണ്ട് ആയിക്കോട്ടെ. ഞങ്ങള് പാറ്റി മേടിച്ചിരുന്നു. ജസ്റ്റ് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിരുന്നു. ജസ്റ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ലേ എങ്ങനെയുണ്ട്? ചായ, ബർഗർ, നമ്മള് ടെന്റ്, വ്യൂ എങ്ങനെയുണ്ട്? സീനല്ലേ? എന്ന് UK സമ്മർ ആണെങ്കിൽ സെറ്റ് ചെയ്യുന്നില്ലേ? ഈ മൂഡ് ഒന്നും പിടിക്കായിരുന്നു. എന്തിന്റെ സുഖം എന്താ അറിയോ? ഒന്നാമത് പൈസ ചെലവില്ല. അപ്പൊ നമുക്ക് ആകെ ലൈക്ക് എക്സ്പെൻസ് വന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വന്നു. കാര്യമായിട്ട് ചിലവൊന്നും വന്നില്ല. പിന്നെ നമ്മൾ സ്റ്റേക്ക് പൈസ ഇല്ല, ആകെ എണ്ണ പൈസ, വരുന്ന ചിലവ്, അതൊക്കെ അത്രയല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും 4 ആൾക്കാരുണ്ടായതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടൊന്നും വരില്ല. പക്ഷെ നമ്മൾ രാവിലെ നമ്മളെ മറ്റേ വരുന്ന വഴിക്ക് ഫോഗൊക്കെ കണ്ടപ്പോൾ സീനായി. കാരണം നമ്മള് വിന്റർ ക്ലോത്ത് ഒന്നും നിർത്തിട്ടില്ല. ബർഗർ കണ്ടേ? ചൂട് കണ്ടേ? ശരി. സോസ് മജോ. That's for you. Sorry, man. കഴിക്ക്. എങ്ങനെയുണ്ട്? That was a good dive. കൊള്ളാം. ആ വെള്ളത്തിൽ ചാടി നല്ല വിശപ്പുണ്ടായിരുന്നു. അത് തീർന്നിട്ട് ചെറിയ ഹൈക്കിങ് പിടിച്ചാലോ? ആ പോയിന്റിലോട്ട് ജസ്റ്റ് ചുമ്മാ ടോപ്പിലോട്ടൊന്ന് കയറി വെക്കട്ടെ. സൺസെറ്റിൻ്റെ ടൈമായി. പക്ഷെ ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മേലെ കയറി നോക്കി നോക്കട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് മേലെ കയറി ചുമ്മാ ഒരു ഇരുട്ടാവുന്നവരെ ചുമ്മാ ഒന്ന് മേലെ കയറി ഇരുന്ന് ഇറങ്ങാൻ വെച്ചു. മേലെ കയറാം. വാലി അവിടെ ഞങ്ങൾ ടെൻ്റ് അടിച്ചാണ്. ആ കാണുന്നത് ഞങ്ങൾ ടെൻ്റ് അടിച്ച് ഫ്രഷായിട്ട് പോകുന്നില്ലേ? ടെൻ്റൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് നമ്മളെ ഫസ്റ്റ് ഡേ ബ്ലാക്ക് മോസ് സ്പോട്ട്. എങ്ങനെയുണ്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ? ഗംഭീരം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് ഇവിടെ ലേറ്റ് ആയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉറങ്ങാനുള്ള പ്ലാനിലാണ്. ഓൾറെഡി ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഓക്കെ. നാളെ ഞങ്ങൾ എന്തായിരിക്കണം റിസൾട്ട്? നമ്മളെ
ഇംഗ്ലണ്ട് നാളെ ഐ സപ്പോർട്ട് ഇംഗ്ലണ്ട് പക്ഷെ മിക്കവാറും അർജന്റീനയ്ക്കായിരിക്കും. ചാൻസ് പക്ഷെ ലയണൽ മെസ്സി. അങ്ങനെ ആവണല്ലോ, അങ്ങനെ വരും. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കം ഉറങ്ങിട്ടോ. നല്ല വലിയ തണുപ്പുണ്ടായില്ല, നല്ല ഉറക്കം ഉറങ്ങി. അവരെല്ലാവരും എണീറ്റ് പുറത്തു പോയി നോക്കട്ടെ. ഓ അയ്യോ, എത്ര പോരാടാ? വേൾഡ് കപ്പിന്റെ സ്റ്റോറിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എത്ര പോരാടാ? മൈഗ്രേഷനാ എത്ര പോരാടാ? പട്ടിയാണ് ഞാൻ ഇതായിരുന്നതാ സാധനം ഉണ്ടാവും. ഒരു പട്ടി ഒന്ന് ടിവിന്റെ പുറത്തുണ്ടായിരുന്നല്ലോ, ആശാനടുത്ത് പോയി. രണ്ട് പട്ടികൾ, രണ്ട് പട്ടികൾ അതാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Hi brother, who won the match yesterday? Who won the World Cup? Who won the match? Yeah. Who's into the finals? England or Football. I don't know what football. Sorry man. I'm going to help you out, sorry. That's alright. ഓ, നല്ല ഉറക്കറങ്ങിയല്ലേ? തണുപ്പിടേതാ? സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ കയറിയപ്പോ സെറ്റൽ ചെയ്യുന്ന ആൽവിയ എന്നുണ്ടായിരുന്നു? ആൽവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതുകൊണ്ട് ചെങ്ങായി കുറെ നേരം ഉറങ്ങി. Deep sleeper. Yeah, England was very good last week. Who scored? Messi? Martinez and Alvaro. Oh. അബ്സെന്റിന വേൺ. ലാസ്റ്റ് 15 കളിച്ചിരുന്നു. 2-1. അതുവരെ ഇംഗ്ലണ്ട് സ്ക്രിപ്റ്റഡാ. നല്ല വിഷമമുണ്ടല്ലോ. ഒന്ന് പൊട്ടി കരയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? കൊഴപ്പില്ല, സ്കോർ എന്താ പറഞ്ഞോ? സെമി വരെ എത്തിയില്ലേ? ലാസ്റ്റ് 15 നിനക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലേ? പറയൂ. ഇതുപോലെ സ്ക്രിപ്റ്റഡാ. നിന്റെ വീക്ഷണകോണത്തിൽ നിന്ന് നിനക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഞാൻ ഫൈനൽ ബാൻ ചെയ്തു. ഓ ശരി, അങ്ങനെ നമ്മള് ബാൻ ചെയ്യാൻ പാടില്ല. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തില്ല. നമുക്ക് ടെന്റ് നൈറ്റിൽ വരാം. So guys, day one finish here. ഇനി നെക്സ്റ്റ് പ്ലേസ് ബട്ടർമേരയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് ഗുഡ്. ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് സെറ്റ് അല്ലേ? നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. കാറ്റൊക്കെ ഒക്കെ ആയിരുന്നു. നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉറങ്ങുകയും ചെയ്തല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് പിടിക്കാം ഡേ 2. ഇവിടുന്ന് നേരെ ഹോണിസ്റ്റർ പാസ്സിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് നേരെ നമ്മൾ ബട്ടർമേര. So we done. Yep, we done.